നമസ്കാരം കുട്ടികളെ, അറിവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള പാഠാവലി 10ാം ക്ലാസ്സിലെ മലയാള പുസ്തകം മാറിയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എല്ലാവർക്കും മലയാള പുസ്തകം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് കേരള പാഠാവലിയിലെ പുതിയ പുസ്തകത്തിലെ പാഠങ്ങളൊന്ന് പരിചയപ്പെടാം. കേരള പാഠാവലിയിൽ 5 യൂണിറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ആ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. കഥകൾ അതിമോഹനം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ. അതിൽ 3 പാഠങ്ങളാണ്. റെസിഡൻ്റ് എഡിറ്റ്, അന്നന്നത്തെ മോക്ഷം, തേൻ. മൂന്നാമത്തെ യൂണിറ്റ് വിസ്തൃത ലോക വിധാനത്തിൽ. അതിൽ 3 പാഠഭാഗങ്ങളാണ്. മണ്ണും മനുഷ്യനും, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പിറന്ന നാടിൻ പെരുമയിൽ. പിറന്ന നാടിൻ പെരുമയിൽ എന്നുള്ളതാണ് 4ാമത്തെ യൂണിറ്റ്. അതിൽ 3 പാഠഭാഗങ്ങളാണ്. ദേശവും എഴുത്തും, ആലപ്പുഴ വെള്ളം, മുരിങ്ങാമരത്തോപ്പ്. 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഉലകിനുയിരാം ഉണർവുകൾ. അതിൽ 2 പാഠഭാഗങ്ങളുണ്ട്. പ്രയാണം, നരബലി. അങ്ങനെ 5 യൂണിറ്റുകളായിട്ടാണ് ഈ കേരള പാഠാവലിയിൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റാണ് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നുള്ളത്. അതിൽ ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നുള്ളതിനകത്ത് ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിലൊന്നാമത്തെ ഒരു പാഠഭാഗം കുറച്ചായിട്ട് കൊടുത്തിരിക്കുന്നത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ യൂണിറ്റിൽ മൊത്തം മാതൃഭാഷ, നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ മാതൃഭാഷ എത്രത്തോളം നമുക്ക് അനിവാര്യമാണെന്ന് കാട്ടിത്തരുന്ന ഒരു യൂണിറ്റാണ് ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ ഈ OV വിജയൻ്റെ ഈ ഒരു കഥ കൊടുത്തിരിക്കുന്നതിലൂടെ തന്നെ കഥകൾ പറയണമെങ്കിലോ കഥകൾ എന്ത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിലോ നമ്മുടെ മാതൃഭാഷ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അറിയിക്കുക. ആ മാതൃഭാഷയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരറിവ് മറ്റേത് ഭാഷയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഏത് ഭാഷയാണെങ്കിൽ തന്നെയും ആ ഒരു അറിവ് മാതൃഭാഷയിൽ നിന്ന് കിട്ടുന്ന അറിവിനോളം വരില്ല. ഇവിടെ ഒരു സാറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം സാറ് പറയുകയാണ്, ഇന്നൊരു കഥ പറയാം. അയാൾ പറഞ്ഞു, എന്ത് കഥയാണ് വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ സാർ, സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാൻ ഒരുങ്ങി. ഇത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന OV വിജയൻ കൃതിയിലെ ഒരു ഭാഗമാണ്. അപ്പം ഇങ്ങനെയുള്ള കഥകൾ ഒക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ചിരുത്തണമെങ്കിൽ മാതൃഭാഷയുള്ള ഒരു നൈപുണ്യം അത്യാവശ്യമാണ്. അപ്പം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ തന്നെ വേണം. അത് ചർച്ച ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മാതൃഭാഷയുടെ പ്രത്യേകതകൾ വർണ്ണിക്കാൻ ഒരുപാടുണ്ട്. എല്ലാ കവികളും മാതൃഭാഷയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. വള്ളത്തോൾ ഉൾപ്പെടെ പറയുന്നത് മാതൃഭാഷ എന്നത് പെറ്റമ്മയും മറ്റുള്ള ഭാഷകൾ വളർത്തമ്മയുമാണ് എന്നാണ്. അപ്പം മാതൃഭാഷയിലൂടെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങളെ അതേപടി പുറത്തേക്ക് കാട്ടാൻ മാതൃഭാഷ കൂടിയേ തീരൂ എന്ന് കാട്ടിത്തരുന്ന ഒരു പാഠഭാഗമാണ് നമുക്കിന്ന് നമ്മൾ ഈ OV വിജയൻ്റെ ഈ കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ മാതൃഭാഷയുടെ പ്രത്യേകതകളാണ് ബാക്കിയുള്ള പാഠത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും.